ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വലിയ ഉരുളി വെച്ചിരിക്കുന്നത്. ചെറിയ പാത്രമാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീറ്റ് മസാല ഇല്ലാതെയാണ് ഞാൻ ബീഫ് കറി വെക്കുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ മീറ്റ് മസാല ഇട്ടാണ് വെക്കുന്നത്. ഇന്ന് മീറ്റ് മസാല ഇല്ലാതെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി വന്നപ്പോൾ തേങ്ങാക്കൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, സവാള നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടായിരുന്നു, അത് കാണിക്കുന്നില്ല ഇതിനകത്ത്. സവാള ഇച്ചിരി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മാറിയതിന് ശേഷം നമുക്കിതിനൊക്കെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമണമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് എല്ലാ കറിക്കും ഞാൻ ആദ്യം ഇടുന്നത്. കാരണം മല്ലിപ്പൊടി നല്ലതായിട്ട് മൂത്തില്ലെങ്കിൽ അതിനൊരു കുത്തൽ മണം വരും. ഏത് കറിക്കാണെങ്കിലും നന്നായിട്ട് മസാലകൾ നന്നായിട്ട് മൂക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മസാല നന്നായിട്ട് മൂക്കണം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫിനുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെയാണ് ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നത്. മല്ലിപ്പൊടി ഏതാണ്ട് ഒരു 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഒരു 5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഗരം മസാലയ്ക്കകത്ത് കുരുമുളകിൻ്റെ എരിവും ഒക്കെ ഉണ്ട്. എരിവില്ലായ്കയൊന്നും വരത്തില്ല. ഇപ്പം ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലർ ബീഫിനകത്ത് തക്കാളി ഇടാറില്ല, ചിക്കന് മാത്രമേ ചിലർ തക്കാളി ചേർക്കത്തുള്ളൂ. ഞാനിടും, എനിക്കിഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും തക്കാളി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ തക്കാളി ഇടാറുണ്ട്. ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തക്കാളി ഒന്ന് വെന്ത് വഴണ്ട് വരട്ടെ. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഉപ്പും മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാലയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. കുക്കറിൽ 6 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊക്കെ ഇതിലേക്ക് പിടിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് കൊടുത്തിട്ട് വേവിക്കാവേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ഏലക്കയാണ്. 4 ഏലക്ക പൊടിച്ചത്, 2 കറുവാപ്പട്ട. ഒരു മണം ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ. തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ബീഫ് കുക്കറിനകത്ത് വേവിച്ചായതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം ഇറച്ചിയിൽ. അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് എടുത്തത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കപ്പയും ബീഫും തൈരും, അതാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ.
അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.